നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു. ഹോസ്റ്റലിൽ നേരിട്ട് വന്നിട്ട് പോലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ല. നിനക്ക് എന്താ പറ്റിയേ? കുറച്ചു നേരത്തിനുള്ളില് പ്രിയൻചേട്ടന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. എനിക്ക് പ്രിയൻചേട്ടനോട് കുറെ സംസാരിക്കാനുണ്ട്. ഇപ്പൊ വഴക്കൂടി സമയം കളയണോ? വേണ്ട, വഴക്കൊന്നും കൂടണ്ട. നിനക്കിഷ്ടമുള്ളതിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. എന്റെ ജീവിതത്തില് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അതിന് പ്രിയൻചേട്ടനാണ് കാരണം. പ്രിയൻചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഒരിക്കലും പിടിച്ചു നിൽക്കില്ലായിരുന്നു. എന്താ ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നപ്പോ എല്ലാം പ്രിയൻചേട്ടനാ എനിക്ക് വഴി കാണിച്ചു തന്നത്. ചേച്ചിയുടെ കല്യാണം നടക്കാനുള്ള കാരണം പോലും പ്രിയൻചേട്ടന്. പ്രിയൻചേട്ടന്റെ നല്ല മനസ്സിന് എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടിയെന്ന്. എന്നിട്ടും പ്രിയൻചേട്ടൻ എന്നെ സ്നേഹിച്ചത് എന്റെ ഭാഗ്യം. പക്ഷെ ഞാൻ പ്രിയൻചേട്ടന്റെ മനസ്സമാധാനം തകർത്തു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ പ്രിയൻചേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. ദേഷ്യമൊന്നും തോന്നരുത്. പ്രിയൻചേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഞാൻ അർഹിക്കുന്നില്ല. നിനക്ക് എന്താ പറ്റിയത്? ഇങ്ങനെയൊക്കെ തോന്നാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനി ഒരിക്കലും ഇതൊന്നും പറയാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലോ? നമുക്ക് സംസാരിക്കാൻ ഇനി സമയം കിടക്കല്ലേ? എന്റെ അമ്മയും കൈലാഷ് സാറും ഒക്കെ നമ്മുടെ ബന്ധത്തെ അംഗീകരിച്ചില്ലേ? വൈകാതെ നിന്റെ അച്ഛനെയും അമ്മയും ഞാൻ സമ്മതിപ്പിക്കും. പിന്നെ നമ്മുടെ കല്യാണം, കുട്ടികൾ, അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം എന്റെ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നില്ല. കുറച്ചു നേരത്തിനുള്ളില് വിശ്വ അതിന്റെ ഫലം കാണിക്കും. ഞാൻ നിങ്ങളോടെല്ലാം യാത്ര പറഞ്ഞു പോവും. അടുത്ത ജന്മത്തിലെങ്കിലും പ്രിയൻചേട്ടന്റെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടണമെന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. നീ ആ കൈനോട്ടക്കാരി പറയുന്നതിട്ട് പേടിച്ചോയോ? ഞാൻ എപ്പോഴെങ്കിലും നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം ഒന്ന് വേർതിരിച്ച് കണ്ടിട്ടുണ്ടോ? നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് എന്റെയും കൂടി പ്രശ്നമാണ്. എന്റെ ജീവിതത്തിന് എന്നൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നിയത് നിന്നെ കണ്ടതിന് ശേഷം. നിന്റെ പേടിയൊക്കെ വൈകാതെ മാറും. നമ്മൾ സ്വപ്നം കണ്ടതുപോലെ എല്ലാം നടക്കും. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. നീ നോക്കിക്കോ. എന്തൊക്കെ സംഭവിച്ചാലും നിന്നോട് എനിക്കുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കില്ല. അതെന്റെ വാക്കാ. എന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞ പ്രിയൻചേട്ടൻ ഉറപ്പായിട്ടും എന്നെ വെറുക്കും. പ്രിയൻചേട്ടന്റെ കണ്ണുകളിൽ എന്നോടുള്ള വെറുപ്പ് കാണുന്നതിലും ഭേദം മരിക്കുന്നത്. നീ എന്താ ആലോചിക്കുന്നത്? നമ്മൾ എത്രയൊക്കെ സ്വപ്നം കണ്ടാലും ദൈവം വിധിച്ചതുപോലെ എല്ലാം നടക്കും. ജീവിതത്തിൽ ആരോടും അളവിനപ്പുറം അടുക്കരുത്. അവര് വിട്ടുപോകുമ്പോഴുള്ള വേദന സഹിക്കാൻ പറ്റില്ല. നീ എന്താ മോക്ഷത്തിലേക്കുള്ള പാതയിലാണോ? സന്യാസികളെ പോലെ ഭയങ്കര ആത്മപരിശോധനയും ഉപദേശമൊക്കെ ആണല്ലോ. ഞാനിങ്ങനെയൊക്കെ എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് പ്രിയൻചേട്ടന് വൈകാതെ മനസ്സിലാവും. എന്ത് മനസ്സിലാവുന്ന നീ പറയുന്നത്? ആ ശരി, എന്നാ നമുക്ക് പോവാം. അച്ഛനമ്മയ്ക്കും പോകാൻ സമയമായി. പാറു എത്തിയല്ലോ. മോടെ വിഷമമൊക്കെ മാറിയോ? ഈ കാര്യത്തിൽ പ്രിയനെ സമ്മതിച്ചേ പറ്റൂ. ഇവളെ ഇത്രയും പെട്ടെന്ന് സമാധാനിപ്പിക്കാൻ എനിക്ക് പോലും പറ്റത്തില്ല. മോനെ ഇവൾക്ക് അത്രയും കാര്യമാ.
ആ കൈനോട്ടക്കാരി പറഞ്ഞത് കേട്ട് ഇവിടെ മുഖം വാടിയത് ഞാൻ കണ്ടതാ. മോനൊരു ചോളം വാങ്ങിക്കൊടുത്ത് ഇവളുടെ മുഖത്ത് വീണ്ടും ചിരി വരുത്തി. ഇവളെ മോൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ശരി ശരി, ബസ്സിന് സമയമാവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൂടെ കാണാം. വേഗം വാ. വാ. വാ.